ഗൈസ് ഞങ്ങൾ വയനാട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാന്ന് കരുതി ഞങ്ങൾ പപ്സാണ് വാങ്ങിച്ചിട്ടുള്ളത്. വീട്ടിൽ നിന്ന് ഞങ്ങൾ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ ഇവിടെ എത്തിയപ്പം ഇവർക്ക് ഭയങ്കര രസമുണ്ടായി. അപ്പോൾ ഞങ്ങൾക്ക് പോകാനുള്ള ബസ് വന്നു. ബത്തേരി ബസ്സിൽ കയറിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളിവിടെ കരടിപ്പാറ എത്തിയിട്ടുണ്ട്. ഗായ്സ്, നിങ്ങൾ ആരെങ്കിലും ഇതിനു മുന്നേ ഇത്രയും ചെറിയ തക്കാളി കണ്ടിട്ടുണ്ടോ? ഇതിൻ്റെ പേരാണ് കാട്ടുതക്കാളി. ഇതിൻ്റെ ടേസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ സാധാ തക്കാളി പോലെ തന്നെയാണ്. പക്ഷെ എന്നാലും അതിനേക്കാളും കുറച്ചുകൂടെ പുളി കൂടുതലാണ്. ഇതെന്താ കാട്ടുചീര? എന്ത് കയ്പാ? ഇത് എന്തിനാ നല്ലത്? വയറുവേദന എന്നൊക്കെ ഉള്ള സൂക്കറിനൊക്കെ ഭയങ്കര കയ്പാവും. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഇത് കയ്പിനെ പറ്റിയിട്ട്? നല്ലതൊക്കെ കാട്ടീരകെ വയറുവേദനയൊക്കെ ഉണ്ടെങ്കിൽ ശേഷം വറുത്ത് വെള്ളം കുടിക്കുക. തിന്നോക്ക് കയ്പ് കയ്പ്. അമ്മമ്മ ഇവിടെ സ്റ്റോറി ടെല്ലറാണ്. അവിടെ പോയി നോക്കാം. കഴിഞ്ഞു. ഇവിടുത്തെ കഴിഞ്ഞു. ഇവിടെ വയനാട് അങ്ങോട്ട് ഇത് ഒരേ മരത്തിൽ തന്നെ വ്യത്യസ്ത ഫ്ലവേഴ്സ്. ഇത് തമ്മിൽ മാറ്റല്ലേ? ഇതിൻ്റെ ചെറുപ്പാണിത്, ഇതിൻ്റെ വലുപ്പമാണിത്. ഓക്കെ, അത്രയുള്ള മാറ്റം. പൂക്കളേ നീലാംബരിയാണ്. നീലാംബരി ഇത് ഡാർക്ക് ആവാനല്ലേ എടുക്കുക? മുടിയൊക്കെ കളർ ചെയ്യാനൊക്കെ. നീലമരി അല്ലേ? നീലാംബരി എന്നാ ഈ പറഞ്ഞേ. അത് വേറെയാണ് സാധനം. ഇതിൻ്റെ വിത്തില്ലേ പോകുമ്പോൾ കൊണ്ടുപോവാം. ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ നശിച്ചു പോയി. ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ടാകുമ്പോൾ അതിലങ്ങോട്ട് ഓക്കെ. മുല്ലപ്പൂ നാടൻ കാട്ടു തക്കാളിയാണിത്. കാട്ടു തക്കാളി. ഓക്കെ അല്ലേ എല്ലാവരും? ഏതാ ഇത്? ഓക്കെ, എടുക്കോ? ഫോട്ടോ എടുക്കൂ. What? Alles in der
അച്ചപ്പം. അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ പള്ളിപ്പെരുന്നാൾ കാണാൻ പോവാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള പള്ളിയിൽ പെരുന്നാളാണ്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള കപ്പ ബിരിയാണിയാണ് ഞങ്ങൾക്ക് പള്ളിയിൽ നിന്ന് കിട്ടിയത്. ഈ അരി വറുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണല്ലോ. അതിൻ്റെ കൂടെ കുരുമുളകും കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഇവിടുന്ന് കഴിച്ചപ്പോഴാണ് മനസ്സിലായത്. ഇവിടെ ഞങ്ങൾക്ക് അവിടുത്തെ പ്രസാദം എന്തോ ആണ് പ്രസാദം തന്നെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് സമയം കൂടെ അവിടുത്തെ ഓരോ പ്രോഗ്രാം കണ്ട് അങ്ങനെ നിന്ന് അതിനുശേഷം പിന്നെ ഞങ്ങൾ ഇതുപോലത്തെ ഉപ്പിലിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കഴിച്ച് പിന്നെ നേരെ വീട്ടിലേക്കാണ് പോയത്. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. നമ്മൾ യാത്ര കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ റെസ്റ്റ് ഒന്നും എടുത്തിട്ടില്ല. അതിൻ്റെ ക്ഷീണം ഉണ്ടായിരുന്നു. വന്ന് പിന്നെ കിടന്നു ഉറങ്ങി. സ്ലീപ്പി വുമൺ. നല്ല തണുപ്പുണ്ട്, എന്നാലും സഹിക്കാൻ പറ്റുന്ന തണുപ്പേ ഉള്ളൂ. എന്താണ് പ്രഭാതത്തെ പറ്റി പറയാനുള്ളത്? തണുക്കുന്നുണ്ടോ? തണുക്കുന്നുണ്ടോ? ചൂടാ? തണുക്കണ്. ഞാൻ ഇങ്ങനത്തെ തോർത്ത് ഇതുവരെ കണ്ടിട്ടില്ല. നല്ല രസമുണ്ടല്ലോ. ഒന്നെങ്കിൽ വൈറ്റ് അല്ലെങ്കിൽ മൊത്തം കളറ്. ഇതൊരു വെറൈറ്റി. വാവ്, അടിപൊളി. പ്രഭാതത്തിൽ രാത്രി കുറച്ച് ചവിട്ടി. പ്രഭാതം കൃത്യങ്ങൾ കഴിഞ്ഞു. ചിന്നിച്ചിട്ട് കാണിച്ചു. ചിന്നിച്ച് എല്ലാം എവിടെ ചെന്നാലും അവിടെ മെയിൻ ആവുക. എവിടേക്ക് കിട്ടും? ഫോട്ടോ എടുത്ത് തന്നെ നിങ്ങളെ. നല്ല പൈസ. തേപ്പിച്ചേർന്നു പല്ല് പറവാവേ. ഇതോ
ബ്രഷ് ചെയ്തോ. ഇത് ബ്രഷ് ഡ്രസ്സിന് മാച്ചാക്കി വാങ്ങിയതാ. ദിവസം മാറ്റും. ക്യാമറയിലോട്ട് ഫോക്കസ് ചെയ്യൂ. കണ്ണില്ല, കണ്ണ് പോയിട്ടുണ്ട്. ചൈനയിൽ നിന്നും വന്നതാണോ ഒരു സംശയം ഉണ്ടോ? കൊറിയയാണോ അതോ ചൈനയാണോ? ചൈന. ഓക്കെ, ചൈന. മോളും പ്രശ്നമില്ല. ഇന്നലെ ചുവന്ന് കള്ളു പിടിച്ച മാതിരി നമ്മള് ചോദിക്കും. മീനു തിളങ്ങിയോ പല്ല്? Amazing. Oh my god. ഇവിടെ സ്റ്റാങ്ക് ഇതെവിടുന്ന് കിട്ടിയേ? തുടച്ച കഴിയുമ്പോൾ തുടച്ച അച്ഛൻ്റെ കൈ അന്റെ കൈ വെച്ചേ ഒരു ചിരി അതിന്റെ അച്ഛപ്പുണ്ടായിരുന്നു. ഇനി ഉണ്ട തിന്നോ? ഉണ്ട തിന്നണോ? ഉണ്ട തിന്നില്ല. ഞാൻ ഉണ്ടാക്കിയിരുന്ന വീട്ടില്. ഇത് ഹോം മെയ്ഡാണ്. ഇവിടുത്തെ അമ്മമ്മ ഉണ്ടാക്കിയത്. ചേച്ചിക്ക് കൊടുക്ക്. ഞാൻ എടുക്കൂലായിരിക്കും. എനിക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്ത് എന്തയോ അവലോസ് ഉണ്ടാ. താഴെ പൊടി ഉണ്ടല്ലോ കുറച്ച്. ഉണ്ട പൊടി. ലച്ചുവിന്റെ പല്ല അയിമലുണ്ടല്ലോ കടിച്ചപ്പോ ഞാൻ കണ്ടു. ഫ്രണ്ടിന്റെ പേരെന്താ? ഒരു ഫ്രണ്ടിന്റെ പേരെന്താ? കൊറേ കാലമായി ചായ കുടിച്ചിട്ട് ചായ ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. പാൽ ചായ കുടിക്കാം പറഞ്ഞാ തരൂലെന്ന് കിട്ടും. വിശപ്പൂന് വിശക്കണുണ്ടോ? മോള് ആദ്യം ഇരുന്ന് അതേ സെയിം സ്ഥലം സെയിം മോള് സെയിം ഡ്രസ്സാണോ? ആണ്. ലച്ചു വാ വാ ലച്ചു വാ. ഫോണൊക്കെ എടുത്തേ. ഫോണ് അമ്മമ്മ ഫോൺ എടുത്തിട്ടുണ്ട്. വേഗം വാ. മലയാളം സ്റ്റോറീസ് ചായ കുടിക്കാ. വാ. ആയിക്കോട്ടെ, ഞങ്ങളാരും പിന്നെ മിണ്ടൂല കേട്ടോ. കുറച്ച് കുറഞ്ഞു പോയി. ഇറങ്ങി ഓടി കിട്ടിയത് സൂപ്പർ തത്തമ്മ. ഇത് വാല് ചുണ്ടുള്ള കത്തിയാണ്. ഇത് തുറക്കാണ്. വാൽക്കൊടി ചുരുണ്ടേ നല്ല കച്ചവടം. ഞാൻ ആർക്കാ വേണ്ടവർക്കൊക്കെ ചിറക് വെച്ചില്ല. അതിനും വെച്ചില്ല. ചിറക് വിടർത്താത്ത തത്ത. ചിറക് ഉണ്ടാക്കിയുണ്ടോ അവിടെ? അതിൻ്റെ അവിടെ ഇങ്ങോട്ടാ. ഇത് കിളി പറന്ന് വരുന്നുണ്ട്. കൊത്തി കൊത്തിയാനെ കൊത്തി.
ടാസ്ക് ആയിട്ടാണ് കളിക്കുന്നത്. കരളിലും എന്നാ പിന്നെ മൂക്കാൻ നിൽക്കണം. ഒക്കെ തളിര അമ്മ പറിച്ചൂടെ? ഓഹോ ഓഹോ മൗനം. എലിഫാൻസ്. This is flower. ജന്തു ജന്തു എവിടെ? പൂപ്പലിക്ക് മുമ്പ് കുറേ ഫ്ലവർ ഉണ്ടാവും. നീനോ പൂപ്പലിക്ക് എൻ്റെ അമ്മേനെയും അച്ഛമ്മേനെയും കൊണ്ടല്ലേ നമ്മളെ അമ്മയൊക്കെ അവിടുന്ന് പോരൂല. ഒരു ദിവസം കൊണ്ടുവരണം നമുക്ക് വൈകുന്നേരം 5:15 ബസ്സിന് കയറുക. നേരത്തെ കണ്ടതിൻ്റെ നേരെ കളർ ചേഞ്ച് ഇവിടെ ഉണ്ട്. ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് മഞ്ഞല്ല, ഒരു ക്ലിപ്പച്ച കളറാണ്. അടങ്ങി നടക്കുമോ ദച്ചു? ദച്ചു ഈസ് ബിസി മാൻ. ദച്ചു എല്ലാതും അറിയാലേ. കൊക്കോക്കായ കിട്ടി കേട്ടോ. കൊക്കോ ഇവിടെ ഇല്ലടി. താങ്ക്സ്. ഇത് തലവെച്ചണ്ട, ഇത് തലവെച്ചല്ല രസമുണ്ട്. ഇത് തലവെച്ചണ്ട. അതിലൊരു പൂവില്ല. ആണോ? അത് അതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരെണ്ണോ രണ്ടെണ്ണോ ഉണ്ട്. നല്ല പോവാ. ഇവിടെ മറ്റേ തൊട്ടാവാടിയാണ് മൊത്തം മുള്ളാണ്. ഉണ്ട് ഉണ്ട്. ഒരു റെഡ് അല്ലേ? ഹായ്. നല്ല ഭംഗിയുണ്ട്. ഇത് മുള്ള് കുത്തിയ വിഷം എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നല്ല വേദനയാവൂലേ? ഇടി നല്ല ഭംഗിയുണ്ട്. സൂപ്പർ. എവിടെ ഇതിന്റെ പേരെന്താ? മുൾച്ചെടി. അങ്ങനെ എന്തോ മുൾച്ചെടിയില്ലേ? ഹായ്, നല്ല രസമുണ്ട്. രണ്ടും ഇതിലുമ്പ് തന്നെ ഉണ്ടാവും മഞ്ഞ് ഇതൊക്കെ. ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഒരു കട്ടുണ്ട് അല്ലേ? ഒരു കാട്ട് ഡ്രാഗൺ ഫ്രൂട്ട് പറഞ്ഞാൽ നല്ല ഭംഗിയില്ലേ? അതാണോ ഇത്? അയ്യോ, എൻ്റെ കൈമിലൊക്കെ മുള്ളായി. ഇത് മുള്ളായി കൈമിലൊക്കെ. എവിടെ നോക്കുന്നുണ്ട് കൈമിലൊക്കെ മുള്ളുത്തിയത്. ഇതൊന്ന് വെച്ചു റെഡി ആയി തന്നാ. എന്തോ ആയിപ്പോയി. കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. നമുക്കിവിടെ എഴുതാൻ പറ്റും. അമൃത. ഒരു ലവും കൂടി അങ്ങോട്ടേക്കാം. മീൻ ഫ്രൈയോ? നീനു മീൻ ഫ്രൈ ചെയ്തു. ഇതിന്റെ പൊട്ടാണ് ഗൈസ്. നോക്കട്ടെ. കാട്ടുവാസി ഈസ് ഹിയർ. ഓക്കെ. നല്ല തണുപ്പുണ്ടല്ലോ ശരി. മുഖം പോയി കഴുകി വാ. അവിടെ ഫുഡ് കഴിച്ചൊക്കെ അവിടെ.
എന്താ തെച്ചു നോക്കട്ടെ, അത് നല്ല രസമുണ്ടല്ലേ. ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കി? പോലീസ് ഓഫീസർക്ക് എത്ര ഉണ്ട്? ആരാ കള്ളൻ? വേറെ ഫേസ് കണ്ടിട്ട് ആരാ കള്ളന്നാ തോന്നുന്നത്? ഓ ഗോഡ്, എനിക്ക് പോലീസ് കിട്ടിയില്ല. ഞാൻ പോലീസ്. ആരെ പോലീസ്? ഓ മൈ ഗോഡ്. ഞാൻ പോലീസ്. ഞാനാ പോലീസ്. ഞാനല്ല. ഇവനാണ് പോലീസ്. ഒന്ന് കളിക്കാം. നീര് പോയാ ആയില്ല, ഒന്നുകൂടെ കളിക്കണത്. ഇത് കള്ളക്കളി ആയി പോയി. എന്റെ ചേച്ചി കള്ളക്കളി കളിച്ചു. ഓനറിയോ? ഓൻ പറഞ്ഞില്ല അവൻ പോലീസ്. ഒന്ന് ഇട്ടോ. ഞാൻ തുറന്നു. ഞാനല്ല. ഞാനാണ് പോലീസ്. നേരത്തെ കള്ളപ്പ പൊള്ളേസ് സത്യം കണ്ടില്ലാന്നോ? നീന് പറ, ആരാ കള്ളൻ? അസത്യം. ആര് കള്ളൻ? ഇവനെ പിന്നെ നോക്കിട്ട് കാര്യമില്ല. മുഖം കാണില്ലല്ലോ. നമ്മുടെ മുഖം നമ്മളാണ് പോലീസ്. കള്ളനെ നമുക്ക് ലക്ഷണങ്ങൾ കാണുന്നുണ്ടോന്ന് നോക്കാം. ചിന്ന ഭാഗ്യം നോക്കുന്നില്ല. മീനു കള്ളൻ. മന്ത്രിനെ കറി കള്ളൻ വിളിക്കുന്നോ? ഗൈസ്, ഞങ്ങൾ ഒളിച്ചുളി കളിക്കാൻ പറ്റുന്നില്ല. നീ മാറ്. ഒന്ന് രണ്ടെണ്ണേ. ഞാനിവിടെ സെറ്റ് അടിച്ച് കഴിഞ്ഞു. എണ്ണനായില്ല. നീച്ചു വാ. ആ എണ്ണിക്കോ. ഓ എണ്ണ തുടങ്ങി. പറ, ഈ ചേച്ചിനല്ലേ? തെച്ച ആര് സാറ്റടിച്ചേ? തെച്ച് പറഞ്ഞോ? പ്രശ്നല്ല. ഇന്നയോ? എന്താ തെച്ചോ? നമ്മള് ചങ്കുമായിട്ട് ഇന്നെ സാറ്റടിച്ച്. ഇന്നെ സാറ്റടിച്ചേ? ഇന്നെയാണ് സാറ്റടിച്ച് തെച്ചു. തെച്ചു ആര് സാറ്റടിച്ചേ? അല്ലല്ലോ. ആ മീന് അല്ല അടിച്ചട്ടെ. പോയി എണ്ണിക്കോ. ആണ്. കുളിക്കണ്ടേ? തെച്ചു വാ, ഒളിച്ചിക്ക. തെച്ചു മോനെ വരുന്നുണ്ടോ? എന്തിനാ ഇതിലിറങ്ങിയത്? ആദ്യം ഇറങ്ങണ്ടേ? ഇപ്പൊ നമ്മളെ പിടിക്കൂലേ? അവിടെ ഇരിക്കി. അമ്മോട് താത്തി അവിടെ ഇരിക്കി. വെച്ചു കണ്ടുപിടിച്ചു.
ഇന്ന് ചതിക്കല്ലേ. തെച്ചു എന്നെ പറഞ്ഞെടുത്തേ, ഞാൻ മിണ്ടൂല തെച്ചിനടുത്ത്. ഈ എന്നെ പറഞ്ഞെടുത്ത് ഈ ചേച്ചീനെ കണ്ടുപിടിക്കുന്നു പറഞ്ഞില്ലേ, ഞാൻ മിണ്ടൂല. അതെന്ത് കായ തെച്ചുവാ, കഴിക്കാൻ പറ്റുമോ ആ മരത്തുമ്പിള്ളേ? കയ്പോ കയ്പോ അതെന്താ? കൊരങ്ങോ? തെച്ചു കേറ് വാ, തെച്ചു കേറ് കേറ്. ബൈക്കോ? വാ ഇവിടെ, വേഗം വാ, പോവാ പോവാ. എന്നെ ഹെൽപ്പ് ചെയ്താ ഇവിടുന്ന് കയറാൻ. ഓ മൈ ഗോഡ്. ചിന്തരത്തി പൂവയിച്ചൊല്ല് ദേവനെ കണ്ടു. നിക്കവിടെ വെച്ചു. ഐ ലവ് യു. ഓക്കേ. വെളിച്ചെണ്ണയാണ്. ഞാൻ തിന്നുന്നു കേട്ടോ. താങ്കൾ എന്താണ് അപ്പൊ വിചാരിച്ചത്? മറ്റേ ചിക്കി ചിക്കി. മൈ നെയിം ഈസ് ചിക്കി ചിക്കി ചിക്കി. അവന്റെ ഫോൺ. എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ? ഈ ക്ലാസ്സിൽ. ഇവൻ UKG-ലാണ് ഗായ്സ് പഠിക്കുന്നത് അല്ലേ? UKG-ല്ല, സോറി LKG എത്തിയിട്ടുള്ളൂ. ചെറിയ കുട്ടിയാണ്. നമുക്ക് തോന്നും ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ എത്തിയിട്ടുണ്ടെന്ന്, പക്ഷെ എത്തിയിട്ടില്ല. അവൻ ചെറിയ കുട്ടിയാണ് അല്ലേ? അല്ല, അവൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. പക്ഷേ ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കൂല. അവന് ഫുഡ് വാരി കൊടുക്കണം. പിന്നെ കാർട്ടൂൺ കണ്ടാലേ ഫുഡ് കഴിക്കുള്ളൂ. അങ്ങനത്തെ കുറച്ച് 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 വികൃതി സ്വഭാവമുണ്ട്. ഓക്കെ ഇത് തിന്നെ. ഹായ് പറയും എന്റെ സബ്സ്ക്രൈബേഴ്സിനോട്. ഹായ് പറയും. ഹായ് ഗായ്സ് പറയും. ഹായ് ഗായ്സ് പറഞ്ഞാൽ ഞാൻ വിടാം. പറയടാ. ഹായ് ഗായ്സ് പറയും. ഹായ് ഗായ്സ്. ഹായ് ഗായ്സ്. ഹായ് ഗായ്സ് പറയും. പറയാ ഹായ് ഗായ്സ് പറയും. ഇന്ദു. ഇന്ദുവോ? ഇവിടെ കൊറേ ഗേൾസിന്റെ നെയിം ഉണ്ട്. ഇന്ദു ഇന്ദു. ഹായ് ഗായ്സ് പറയും. ഹായ് ഗായ്സ്, ഇത് ലുക്ക് ലൈക്ക് മീ ഇന്ദു. ഇതല്ല ഇന്ദു. ആരുടെ ഇന്ദു? ബില്ലിയ. ഓന് ഇവിടെ നിന്നുള്ളല്ലോ, അന്യ സംസ്ഥാനത്ത് വരികയാണ്. അവന്റെ ഭാഷ തന്നെ വേറെയാണ് ഗായ്സ്. അപ്പൊ ശരി, ബായ്. ഞങ്ങൾ കുളിച്ചിട്ട് വരാം. നമ്മൾ കുളിച്ചിട്ടുണ്ട്. ഞാൻ കുളിച്ചിട്ടില്ല. വയനാട്ടിലെത്തിയപ്പോൾ കുളിക്കാനേ തോന്നുന്നില്ല, കാരണം ഭയങ്കര തണുപ്പാണ് ഇവിടെ. ഓക്കെ ഗായ്സ്, അപ്പൊ നമുക്ക് കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ ബൈ. കുളിച്ചതിന് ശേഷം നമുക്ക് കാണാം. നമ്മൾ പൂപ്പൊലിക്കൊക്കെ പോകുന്നുണ്ടെന്ന്. അപ്പൊ നമുക്ക് പൂപ്പൊലിക്കൊക്കെ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് കാണാം. ബൈ ബൈ. കഴിഞ്ഞു. ഓഫായിട്ടെ. ഇതവന്റെ വിക്രസ് ഉണ്ടോ? ഇവന്റെ വിക്രസ്. വിക്രസൻ. ദൈവമേ, ഏത് ജീവി?
വെച്ചു വാ വെക്കി. അത് പോയി, അതെടുത്ത് വെക്കി. ഇതേത് ഡാൻസാ? ഇതേത് ഡാൻസാ? ഓ മതി കേട്ടോ, ഞാൻ വേണമെങ്കിൽ ഇടും, വേണമെങ്കിൽ എടുക്കും. ഗൈസ് ഇവിടെ മൈലാഞ്ചി ഇട്ട് കൊടുക്കാണ്. അടുത്ത നീനുവാണ്. ഞാനല്ല, അടുത്ത് ഞാൻ ഇവൾക്ക് ഇട്ട് കൊടുക്കും. ഗൈസ് നമ്മൾ ഓൾമോസ്റ്റ് കഴിയാറായി. ഇത് പറ്റ കുഞ്ഞായി മോളുണ്ട്. സൺസ്ക്രീൻ എടുത്തണേ. എന്റെ നോക്കട്ടെ. ഞാൻ പൈസ കൊടുത്ത് വെയിലുള്ളത് കണ്ടോളൂ. നമുക്ക് തണുതിക്കുക മാസ്ക് പോയോ? പേടിക്കണ്ട, എവിടെയും പോകില്ല. ഞാൻ നന്നാനെ കൊള്ളും. ഇങ്ങോട്ട് തള്ളിക്കണം. എൻ്റെ നീനു മോളു ജമാൽ, നൗഷാദ്, മണിക്കുട്ടൻ എന്നിവരെ കാത്ത് നമ്മുടെ എല്ലാവരും
നിങ്ങൾ ഓളം നിൽക്കും ഇവിടെ വീഡിയോ വേണ്ടേ? കുഞ്ഞി ഇവിടെ ഇവിടെ ഹലോ, അസ്സലാമലൈക്കും. കേൾക്കുന്നുണ്ട്? എനിക്കവിടെ ഇഷ്ടമെങ്കിൽ മേടിക്കാട്ടോ. 150 രൂപ റേറ്റ് ഉള്ളൂടാ. റിയൽ 1 ആണ്, പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന. പേടിച്ചിട്ടാണ് ഇതിലിരിക്കുന്നത്. ബസ്സിൽ ഓവർലോഡാണ് ആളുകൾ KSRTC-യിൽ. പിന്നെ നല്ല വളവ് വന്നപ്പം ബസ് ചെരിയൊന്ന് പേടിച്ചിട്ട് കുറേ പേരെ ഇറക്കി വളച്ചതിന് ശേഷം പിന്നെ എല്ലാവരും കയറ്റാണ് ചെയ്യുന്നത്. ടെൻഷൻ ഇപ്പോൾ കുഴപ്പമില്ല, എന്നാലും ടെൻഷനുണ്ട്, ചെറിയൊരു ടെൻഷൻ ഞങ്ങൾക്കുണ്ട്. എന്താവുമെന്ന് അറിയില്ല, ഒന്നും പറ്റില്ല. മോളൂസ് പേടിച്ചിട്ട് എണീറ്റ് നിന്നപ്പം ഞങ്ങളുടെ സീറ്റില് ഓളെ സീറ്റ് പോയി ഗൈസ്. 3 ആളിരിക്കുന്ന സീറ്റിൽ ഇപ്പം 4 ആളിരിക്കുന്നത്. ഓള് എയറിലാണ് ഇരിക്കുന്നത്. ഞങ്ങൾ സേഫാണ്, പ്രശ്നമൊന്നുമില്ല. സേഫ് യെസ്, അങ്ങനെ തന്നെ. യെസ്, നിങ്ങളാണില്ലല്ലോ, നിങ്ങൾ പ്രകാശ ഗായ്സ്. ഇപ്പോൾ പൂവൊക്കെ പറിച്ചു. രാവിലെ 5:30-ക്കുള്ള ബസ്സിനാണ് ഞങ്ങൾ പോകുന്നത്.
അത്ര നേരത്തെ പോകേണ്ട ആവശ്യം ശരിക്കില്ല, പക്ഷേ ഒരാളുടെ ആനുവൽ ഡേ കാരണം പ്രമാണിച്ചാണ് നമ്മൾ അത്ര നേരത്തെ പോകുന്നത്. ആർക്കാണ് ആനുവൽ ഡേ? ഗസ് ചെയ്യാ. കോർഡിനേറ്റർ ആണ് പൂപ്പി. ചെടി കൊമ്പെടുക്കാതിൻ്റെ ഇതാ പുളിയുള്ള അവരല്ലേ? യെസ്, എല്ലാം അറിയാം. അതെന്താ? പിന്നെ മുള്ളി. വീട്ടിലൊക്കെ പോയി എനിക്കൊക്കെ ഉണ്ടാക്കി ഉണ്ടായിരുന്നു. മാറ്റി മാറ്റി വിളിച്ചിട്ട് കോമഡിയോ? എന്ത് കോമഡി? എന്താ ഗൈസ്, ഇതെന്താണ്? ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ എന്താ? ഒറ്റ നോട്ടത്തിലല്ല, അല്ലാതെ തക്കാളി തന്നെ. തക്കാളി തന്നെ, ഒരു മാറ്റില്ല. പക്ഷെ തക്കാളി അല്ല, അത് വഴുതനയാണ്. വഴുതന. അങ്ങനെ വയനാട്ടിൽ നിന്ന് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവാൻ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ ഒരു യാത്ര ഞങ്ങൾ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത വെക്കേഷൻ ആവാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് ഇങ്ങോട്ട് വരാനായിട്ട്. ബസ്സിൽ കയറിയപ്പോൾ ഞങ്ങൾക്ക് 4 പേർക്കും ഇരിക്കാനായിട്ടുള്ള കറക്റ്റ് സീറ്റ് ബസ്സിൽ ഒഴിവായിരുന്നു. പെട്ടെന്ന് തന്നെ സൈഡ് സീറ്റ് തന്നെ ഞാൻ ചാടി കയറിയിരുന്നു. പക്ഷേ കുറേ സമയം എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റിയില്ല. 2 കുട്ടികൾ കയറിയതിൽ ഒരു കുട്ടിക്ക് ഒട്ടും സുഖമില്ലായിരുന്നു. ഭയങ്കരമായിട്ട് ഛർദ്ദിക്കാനൊക്കെ വന്ന ആകെ സീനായി. അങ്ങനെ ഞാൻ എൻ്റെ സീറ്റ് അവൾക്ക് വേണ്ടി കൊടുത്തു ഗൈസ്. അവൾ അവിടെ ഇരുന്നു. ഞാൻ വയനാട് തൊട്ട് നമ്മുടെ കോഴിക്കോട് വരെ നിന്നിട്ടാണ് വന്നത്. അതുപോലെ ആരോ ഒരു പൂച്ചക്കുട്ടിയെയും കൊണ്ട് ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. കുറേ സമയം പൂച്ചയുടെ കരച്ചിലുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ്. നമ്മുടെ വയനാട് വ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നമ്മൾ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ പ്രതീക്ഷിച്ചതിലും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ മണ്ടനെ കൃത്യസമയം ആനുവൽ ഡേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.